ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചൂണ്ടയിട്ടത് ഈ സൈറ്റിലാണ്. ഈ തോട്ടിൽ നെടുമീനൊക്കെ കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ. നല്ല വെള്ളം ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് വെയിലടിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. കൊഴുപ്പായിട്ട് കോഴിക്കുടലാണ് ഇട്ടിട്ടുള്ളത്. കിട്ടുമോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. നോക്കാം നമുക്ക് എന്തായാലും. ഞങ്ങളവിടെ മീൻ പിടിക്കാൻ വന്നിട്ട് നോക്കിയാണ് കാണിക്കുന്നത്. എന്താണെന്നറിയാമോ, ഒരു യൂട്യൂബറാണ്. എൻ്റെ ചാടയും കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് തന്നെ എനിക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. നെടുമീനാണ്. കൂട്ടത്തിൽ ആദ്യം എനിക്കാണ് കിട്ടിയത്. അതിൻ്റെ സന്തോഷ പ്രകടനമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്ക് രാഗി ചേച്ചി അവിടെ ചെമ്പരത്തിപ്പൂ പറിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ, താളി ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നീർക്കോലിച്ചാരി മാരണങ്ങൾ പോവുകയാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ തലയൊക്കെ വെളിയിട്ട് നോക്കുകയായിരുന്നു. ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അടുത്ത സൈറ്റിലേക്ക് പോയി. പിന്നെ ഞങ്ങളിതാ ഈ കാണുന്ന ഒരു സൈറ്റിലാണ് ചൂണ്ടയിട്ടത്. പറയാതെ വയ്യ, അമ്മാതിരി പിടുത്തമായിരുന്നു മീനുകൾ. ഇട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തരക്കേടില്ലാത്ത മീനും കാര്യങ്ങളും 7-8 എണ്ണം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് സന്തോഷമുണ്ട്. വീഡിയോ എടുക്കുന്ന എൻ്റെ അടുത്ത് രാഗി ചേച്ചിയാണ് നിന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് അമ്മു, മീനെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. കാലിൻ്റെ കനമുള്ള മീനിൻ്റെ ആഗ്രഹം കൊണ്ടാണ് പോയത്. എന്നിട്ട് ഞങ്ങൾക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു, വിരലിൻ്റെ കനമുള്ള മീനെങ്കിലും തിരിച്ച് കൊണ്ടുവരണമെന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ പിന്നെ അവിടുത്തെ ഇതിൽ നിന്ന്. പക്ഷേ ഈ സൈറ്റിൽ വന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് കാലിൻ്റെ ഇട്ടില്ലെങ്കിലും കയ്യിലെ കനമെങ്കിലുള്ള മീൻ കിട്ടുമെന്ന്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ സൈറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് മീൻ കിട്ടിയായിരുന്നു. നമ്മളിതാ ധീര വേട്ടയാടലിന് ശേഷം വീട്ടിലേക്ക് പോകാണ്. കയ്യിലെ മീൻ കണ്ടോ? വീട്ടിൽ ചെന്നിട്ട് എല്ലാം തുറന്ന് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടാ. അല്ലോ, ഇമാതിരി മീൻ പിടുത്തുന്ന സ്വപ്നങ്ങൾ മാത്രം ഓർന്നില്ല. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ വെയിലത്ത് കിട്ടുമെന്ന്. അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തത്തിന് ശേഷം വീട്ടിലെത്തി. ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത്. ബക്കറ്റിലുള്ളത് കുഞ്ഞന്മാരാണ്. ബാക്കി 4 എണ്ണം ഉണ്ട് വലുതായിട്ടുള്ളത്. അത് 2 എണ്ണം ഞാൻ പിടിച്ചത്, 2 എണ്ണം കണ്ണൻചാടൻ പിടിച്ചതാണ്. രാഗി ചേച്ചിയുടെ ഹസ്ബൻഡ് പിടിച്ചതാണ്. അതിലിതാ ഈ യമണ്ട മീൻ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അത്ര മീൻ പിടുത്തവും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എന്നിട്ട് പോലും എനിക്ക് കിട്ടിയതില്ല സന്തോഷമാണ്. ഇപ്പോൾ 5 വർഷം കൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ആ 4 എണ്ണം നല്ല സൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് പകൽ സമയത്ത് പോയിട്ട് ഇത്രയും ഐറ്റം കിട്ടിയിട്ടുള്ളത്. ഇതിൽ അനങ്ങുന്ന മീനാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആദ്യത്തെ സൈറ്റിൽ നമുക്ക് ഒരു മീനും പിന്നെ ബാക്കിയെല്ലാം രണ്ടാമത്തെ സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. മീൻ പിടുത്തമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അമ്മാതിരി മീൻ പിടുത്തം കണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ.